ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാവയ്ക്ക തീയലാണ്. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക 2 എണ്ണം, ഉള്ളി 200 ഗ്രാം, തേങ്ങ 1 കപ്പ്, മല്ലി 3 ടേബിൾ സ്പൂൺ, മുളക് 10 എണ്ണം, എണ്ണ 2.5 ടേബിൾ സ്പൂൺ, കറിവേപ്പില കുറച്ച്, കടുക് 1.5 ടീസ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ, പുളി നെല്ലിക്ക വലുപ്പം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പാവയ്ക്ക ഉള്ളി അരിഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ നീളത്തിൽ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഉള്ളി അരിയുമ്പോൾ ഒത്തിരി കനം കുറയ്ക്കണ്ട, ഇങ്ങനെ രണ്ടാക്കിയിട്ടാൽ മതി. ഇപ്പം നമ്മുടെ പാവയ്ക്കയും ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം, മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. മല്ലിയും മുളകും ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ തേങ്ങ ഇടാൻ പാടുള്ളൂ. മല്ലിയും മുളകും ഒന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം തേങ്ങ ഇടാവുള്ളൂ, അല്ലെങ്കിൽ മുളകൊന്നും മൂത്ത് കിട്ടില്ല. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മൂത്ത് വന്നേടം വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചുമന്ന് വന്നം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയും മുളകും തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നാറിയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മല്ലി ഇല്ലാത്തവർക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താലും മതി. അപ്പോൾ നമുക്ക് മല്ലിയും മുളകും തന്നെ ചേർക്കണമായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക പൊടിയേക്കാളും. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, ഇളക്കാം. നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഉള്ളിയും പാവയ്ക്കയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പാവയ്ക്ക ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. ഇത്രയും പൊടിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതിലേക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. മുളക് നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് പുളിയും കൂടെ ചേർത്ത് അരയ്ക്കാവുള്ളൂ. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് നമ്മൾ അരച്ച ആ പുളിയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് പിടിക്കണം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയൽ നന്നായിട്ട് വറ്റി നല്ല കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.